മധ്യപൂർവേഷ്യൻ മണ്ണിൽ കനത്ത പുകയുയർത്തി പടരുന്ന ഇറാൻ യുദ്ധത്തിന്റെ ഭീകരമായ ആഘാതം വീണ്ടും അമേരിക്കൻ തീരങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇറാനുമായുള്ള സായുധ പോരാട്ടത്തിനിടയിൽ അടുത്തിടെ കൊല്ലപ്പെട്ട 4 US സൈനികരുടെ ഭൗതിക ശരീരങ്ങൾ ഏറ്റുവാങ്ങുന്ന അതീവ ദുഃഖകരവും ഔദ്യോഗികവുമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെലവെയറിലെ ഡോവർ എയർഫോഴ്സ് ബേസിലെത്തി. മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരഭടന്മാരുടെ പെട്ടികൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ യുദ്ധത്തിന്റെ കടുത്ത യാഥാർത്ഥ്യവും ആഗോള രാഷ്ട്രീയത്തിലെ ഭാരവും ട്രംപിന്റെ മുഖത്ത് വ്യക്തമായി നിഴലിച്ചിരുന്നു. അമേരിക്കയിലെ സൈനിക ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് ഡെലവെയറിലെ ഡോവൻ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന ഡിഗ്നിഫൈഡ് ട്രാൻസ്ഫർ ചടങ്ങ്. വിദേശ മണ്ണിൽ കൊലപ്പെടുന്ന US ഭടന്മാരുടെ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ അമേരിക്കൻ ദേശീയ പതാക പുതപ്പിച്ച് സൈനിക ബഹുമതികളോടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കൈമാറുന്ന ഈ പ്രക്രിയ കാണുന്ന ഏതൊരാളുടെയും കണ്ണു നിറയ്ക്കുന്ന ഒന്നാണ്. ഈ സോളമൻ മൂവ്മെന്റിൽ പങ്കുചേരാൻ രാജ്യത്തിന്റെ സൈനിക തലവന്മാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊപ്പം ട്രംപും നേരിട്ടെത്തിയത് യുദ്ധത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാനിൽ തുടരുന്ന അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട സൈനികരെ ആദരിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി ചടങ്ങുകളിൽ ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം പങ്കെടുത്തു കഴിഞ്ഞു. ഓരോ തവണ പതാക പുതപ്പിച്ച പെട്ടികൾ സൈനിക വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴും വാഷിംഗ്ടണിൽ അദ്ദേഹം കൈക്കൊള്ളുന്ന വിദേശ നയ തീരുമാനങ്ങളുടെ വില എന്താണെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. മധ്യപൂർവേഷ്യയിൽ ഇറാനിയൻ സായുധ സേനയും അവരെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക ഗ്രൂപ്പുകളും നടത്തിയ അപ്രതീക്ഷിതവും ശക്തവുമായ ആക്രമണങ്ങളിലാണ് ഈ 4 US സൈനികർക്ക് ജീവൻ നഷ്ടമായത്. US താവളങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലുണ്ടായ സാങ്കേതിക തകരാറുകളും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളുമാണ് വൻ നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തകർന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ചടങ്ങിനെ അതീവ വൈകാരികമാക്കി മാറ്റി. മാതൃരാജ്യത്തിന്റെ പതാക പുതച്ച പെട്ടികൾ ഓരോന്നായി പ്രത്യേക വാഹനത്തിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണ സൈനിക യൂണിഫോമിൽ ട്രംപ് നിശ്ചലനായി സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന കാഴ്ച വരും ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകും. കനത്ത ജീവഹാനിയും വൻ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ടെങ്കിലും താൻ തുടക്കം കുറിച്ച ഈ സൈനിക ദൗത്യത്തെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന നിലപാടാണ് ട്രംപ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ ഭീകരവാദ ശൃംഖല തകർക്കുന്നതിനും ഈ പോരാട്ടം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും രൂക്ഷമായി ഉയരുകയാണ്. US കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗങ്ങളും ഒരു വിഭാഗം ജനങ്ങളും ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ യുദ്ധവും സൈനികരുടെ ജീവഹാനിയും വലിയൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്ന് വാദിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ സ്വയം വലിയൊരു യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പെന്റഗൺ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനിലെ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ വന്യമാക്കാൻ സാധ്യതയുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുമ്പോഴും പ്രത്യാക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി കുറഞ്ഞിട്ടില്ലെന്ന് ഇത്തരം അക്രമങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ വൈകാരിക നിമിഷങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയിലെ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കാനാണ് വാഷിംഗ്ടൺ തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിലേക്ക് കൂടുതൽ ബോംബർ വിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക അയച്ചു കഴിഞ്ഞു. ഡോവർ എയർഫോഴ്സ് ബേസിൽ നടന്ന വികാര നിർഭരമായ ചടങ്ങ് അമേരിക്കൻ മാധ്യമങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. പതാക പുതച്ച പെട്ടികൾക്ക് മുൻപിൽ പ്രസിഡന്റ് താണ ശിരസോടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ ആഗോള മാധ്യമങ്ങളിലും വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴെല്ലാം മരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാൻ ട്രംപ് മറന്നില്ല. രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ഇവരുടെ ത്യാഗം വരും തലമുറകൾ ഓർമ്മിക്കുമെന്നും അവർ അർപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡെലവെയറിൽ നടന്ന ഈ ഡിഗ്നിഫൈഡ് ട്രാൻസ്ഫർ ചടങ്ങ് ഇറാൻ അമേരിക്കൻ യുദ്ധത്തിന്റെ മറ്റൊരു ദുരന്ത അധ്യായമാണ് തുറന്നിടുന്നത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഭൗതിക ശരീരങ്ങളായി നാട്ടിലേക്ക് മടങ്ങുന്ന സൈനികരുടെ എണ്ണം വർദ്ധിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിനു മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. അമേരിക്കൻ ജനതയോട് പ്രതിഷേധിച്ചു തുടങ്ങുന്ന ശബ്ദങ്ങളെയും വളർന്നു വരുന്ന യുദ്ധവിരുദ്ധ തരംഗങ്ങളെയും തണുപ്പിക്കാൻ വരും ദിവസങ്ങളിൽ ഭരണകൂടത്തിന് വലിയ ശ്രമങ്ങൾ നടത്തേണ്ടി വരും.